ഹലോ ഗൈസ്, അപ്പോൾ എന്തൊക്കെയുണ്ട്? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 15,000 രൂപയ്ക്ക് താഴെ വാങ്ങിക്കാൻ പറ്റിയ നല്ല പൊളപ്പം പി സിയാണ്. അപ്പോൾ 15,000 രൂപയ്ക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ട സ്പെക്കുകളും അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യാം, പിന്നെ ഇത് ഫ്യൂച്ചർ അപ്ഗ്രേഡ് ചെയ്താൽ വലിയ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു പി സിയാണ്. പിന്നെ ഇത്രയും വലിയ മിനിമലായിട്ടൊക്കെ ബിൽഡ് ചെയ്താൽ വർത്താവോ ഡേ എന്നൊക്കെ കുറച്ച് പേർക്ക് സംശയങ്ങളൊക്കെ കാണും. അപ്പോൾ എന്തായാലും അതിനൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പി സിക്ക് അത് ഉപയോഗിക്കുന്ന പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ. ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് AMDയുടെ അത്ലോൺ സീരീസിൽ വളരെ കുറഞ്ഞ ഒരു മിനിമൽ രീതിയിൽ വരുന്ന ഒരു പ്രൊസസ്സറാണ്. അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ ചില സമയത്തൊക്കെ 4,000 ഒക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ 5,000 6,000 ഒക്കെ വന്ന് കിടക്കുകയാണ്. എന്തിനാണ് കാര്യമെന്ന് അറിയത്തില്ല. ഇതെന്തായാലും ഒരു 2 കോർ 4 ത്രെഡ് പ്രൊസസ്സറാണ്. അപ്പോൾ നമുക്ക് വളരെ മിനിമലായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇൻബിൽഡ് ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് വെച്ചിട്ട് വേണമെങ്കിൽ GTA 5 കളിക്കാം. RP കളിക്കുക എന്നുള്ള മോഹമൊന്നും വേണ്ട. GTA 5 കളിക്കാം എന്നേ ഉള്ളൂ. ഓൺലൈൻ വേണമെങ്കിലും കളിക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിനകത്ത് ഈ ഒരു പ്രൊസസ്സറിനെ കൊണ്ട് പറ്റുന്നതും ഇതിൻ്റെ ഇൻബിൽഡ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊണ്ട് പറ്റുന്നത്. അടുത്ത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് വളരെ മിനിമലായിട്ടുള്ള ഒരു മദർ ബോർഡാണ്. ASRockൻ്റെ A320യുടെ മദർ ബോർഡാണ്. ഇതിനകത്ത് 2 RAM സ്ലോട്ടൊക്കെ വരുന്നുള്ളൂ. ഇതിനകത്ത് M.2 NVMe സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. അതൊരു വലിയ കാര്യമൊക്കെയാണ്. കാര്യം M.2 NVMe സ്ലോട്ട് വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഈ ഒരു കുറഞ്ഞ മദർ ബോർഡിൽ അത് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വൈഫൈയും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം ഇത്രയൊക്കെ ഉള്ളു ഈ ഒരു മദർ ബോർഡിൽ വരുന്ന ഫീച്ചറുകൾ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന റാം എന്ന് പറയുന്നത് ഒരു 8 GB ഒരു റാം ഉപയോഗിക്കാതെ, പക്ഷേ മൊത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു റാം സ്ലോട്ടൂടെ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മൊത്തം 16 ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഈ ഒരു കുറഞ്ഞ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിനകത്ത് 8 GB ഉപയോഗിക്കുന്നുള്ളൂ. അതൊരു 3200 MHz റാം, മാക്സിമം ക്ലോക്ക് സ്പീഡ് കൂടുതലുള്ള ഉപയോഗിക്കുന്നത് നല്ല കാര്യമാണ്. അടുത്ത് നമ്മളിതിനകത്ത് ഉപയോഗിക്കാൻ പോണ സ്റ്റോറേജ് എന്ന് പറയുന്നത്, അപ്പം ഇത്രയെങ്കിലും വേണം സ്റ്റോറേജ്. ഇതിൽ കുറഞ്ഞാൽ ശരിയാവത്തില്ല. ആൻറ്റി സ്പോർട്സിൻ്റെ നിയോ എന്ന് പറയുന്ന 690 നിയോ എന്ന് പറയുന്ന ഒരു M.2 NVMe ആണ്. അപ്പം ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് തന്നെ നമുക്ക് M.2 NVMe ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം ഒരു മദർ ബോർഡിൽ ആ ഒരു സ്ലോട്ടും വരുന്നുണ്ട്. അതുപോലെയൊക്കെ തന്നെ നമുക്ക് M.2 NVMe 512 GB NVMe ഇത്രയും 2600 ആ ഒരു വിലയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. അടുത്ത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പവർ സപ്ലൈയും ക്യാബിനറ്റ് എന്നും പറയുന്നത് ഫിംഗേഴ്സിൻ്റെ പവർ സപ്ലൈയും ക്യാബിനറ്റ് ആണ്. അപ്പോൾ ക്യാബിനറ്റ് വിത്ത് പവർ സപ്ലൈ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻബിൽഡ് വരുന്ന പവർ സപ്ലൈ ധാരാളമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഈ ഒരു PC ബിൽഡിൻ്റെ മൊത്തത്തിലുള്ള സ്പെക്ക്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഭാവിയിൽ എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് Ryzen 3 200G പ്രൊസസ്സർ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ AMD Ryzen 3 4350G എന്ന് പറയുന്ന പ്രൊസസ്സറും വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ബയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വന്നിരിക്കും. കാര്യം അത് Ryzen 4000 സീരീസിൽ വരുന്ന പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ അത് അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് 8 GB റാം കൂടെ ഒക്കെ ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ RP കളിക്കാം. ജസ്റ്റ് RP കളിക്കാന്നേ ഉള്ളൂ, സ്ട്രീം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഭാവി അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു 15,000 രൂപയ്ക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ നല്ല പൊളപ്പൻ PC. അപ്പോൾ ഇത് വളരെ വളരെ മിനിമലായിട്ടുള്ളൊരു PC ആണ്. അപ്പോൾ ഇതിനകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും. നമുക്ക് 4K വീഡിയോ കാണാം, അതുപോലെ തന്നെ ചെറിയ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നെങ്കിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും 15,000 രൂപയ്ക്കുള്ള PC ബിൽഡിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരെയും ടാറ്റാ.